കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിന് 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയേക്കാം എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനകത്ത് വന്നതോടെ ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെയാണല്ലോ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത്. VD സതീശിനെതിരെ സാമുദായിക സംഘടനകളൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ രമേശ് ചെന്നിത്തല സാമുദായിക സംഘടനകളൊക്കെ തന്നെ ഒപ്പം നിർത്താനുള്ള വലിയൊരു നീക്കം നടത്തി. NSSന്റെ സമ്മേളനത്തിലൊക്കെ തന്നെ അതിഥിയായി രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കപ്പെടുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെയും ഒരു തന്ത്രശാലിയായി KC വേണുഗോപാൽ തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 2026 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാനുള്ള UDFന് സർക്കാർ രൂപീകരിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ KC വേണുഗോപാലായിരിക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിൻ്റെ. അപ്പോൾ അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്നത്. അന്ന് സച്ചിൻ പൈലറ്റ് ആയിരുന്നു അവിടെ പാർട്ടിയെ നിരയിൽ നിന്ന് മുന്നിൽ നിന്ന് പാർട്ടിയെ നയിച്ച് BJPക്കെതിരെ വലിയ പോരാട്ടമൊക്കെ നടത്തി അന്ന് തെരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിയെ നയിച്ചതൊക്കെ സച്ചിൻ പൈലറ്റ് ആയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയായപ്പോൾ അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രിയായി വന്നത്.